കിളിമാനൂരിൽ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിലെ പ്രതി വിഷ്ണുവിനെ പോലീസ് പിടികൂടി. ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ നെയ്യാറ്റിൻകരയിലെ ഒളിവ് സങ്കേതത്തിൽ വെച്ച് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് പിടികൂടിയത്. ജനുവരി 3 വൈകുന്നേരം 3:30 സംസ്ഥാന പാതയിൽ പാപ്പാലയിലുണ്ടായ അപകടത്തിലാണ് കിളിമാനൂർ സ്വദേശികളായ രജിത്തും അംബികയും മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പിന്നിൽ വിഷ്ണു ഓടിച്ച താർ ജീപ്പ് ഇടിക്കുകയായിരുന്നു. അമിത വേഗത്തിലും മദ്യലഹരിയിലുമാണ് വിഷ്ണു വാഹനമോടിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ അംബിക 7-ാം തീയതിയാണ് മരണപ്പെട്ടത്. പിന്നീട് 20-ാം തീയതി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് രജിത്തും മരണപ്പെട്ടു. എന്നാൽ അപകടം നടന്ന ദിവസം നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ഗുരുതരമായ നരഹത്യാ കുറ്റം ചുമത്തേണ്ട സ്ഥാനത്ത് ലഘുവായ വകുപ്പുകൾ ചേർത്ത് വിട്ടയച്ചതാണ് പോലീസിനെതിരെ വ്യാപക വിമർശനം ഉണ്ടാകാൻ ഇടയായത്. ചൊവ്വാഴ്ച മരണപ്പെട്ട രജിത്തിന്റെ മൃതദേഹവുമായി നാട്ടുകാരും ബന്ധുക്കളും പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു. എന്നാൽ പോലീസിനെതിരെ പ്രതിഷേധിച്ചവരുടെ പേരിലും കേസെടുത്തു. ബുധനാഴ്ചയാണ് വിഷ്ണുവിന്റെ സുഹൃത്ത് ആദർശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ടിനെ തുടർന്ന് 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കിളിമാനൂർ SHO D ജയൻ, SI മാരായ അരുൺ, ഷജീബ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. അപകടം ഉണ്ടായ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. പിറ്റേന്ന് വന്നാൽ മതിയെന്ന് പറഞ്ഞ് പ്രതികളെ നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതിനാലാണ് പ്രതികൾ ഒളിവിൽ പോയത്.